ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് എനിക്ക് ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ചെറിയ കട്ട് പീസുകളാണ്. അപ്പോൾ ഇത് എനിക്ക് യൂസ്ഫുള്ളായ രീതിയിൽ ക്രോപ്പ് ടോപ്പ് തയ്ക്കാമെന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. പക്ഷേ എനിക്കതിന് തുണി തികഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് ഇത് വെച്ച് ഒരു ബാഗ് അടിച്ചാലോ എന്ന് വിചാരിച്ചു. ഞാൻ സ്ലീവ്ലെസ് യൂസ് ചെയ്യില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ തുണി ഉപയോഗിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയായി. പക്ഷേ നമ്മളത് ബാഗായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ബാഗാക്കിയത് എടുത്തിരിക്കുന്നത്. സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് 1 സ്ട്രാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് സ്വന്തമായി ഉണ്ടാക്കിയ ഒരു കീ ചെയിൻ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. ഞാൻ ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടാണ് കീ ചെയിൻ ചെയ്തത്. അതും അതിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ചൊരു പഴയ കീ ചെയിൻ ഉണ്ടായിരുന്നു, അതിലേക്ക് ഇതും ആഡ് ചെയ്ത് ആ ബാഗിന് സൈഡിലായിട്ടൊരു ഹോൾ കൊടുത്തിട്ട് അതിൽ ഹാങ് ചെയ്തിട്ടു. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ബട്ടനാണ് ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ രണ്ട് പ്രസ് ബട്ടൺ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഓപ്പണിങ് വരുന്നത് അകത്താണെങ്കിൽ നമ്മൾ 2 കള്ളി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം ഫോൺ വെക്കാനും ഒരെണ്ണം അല്ലാതെ വേറെ എന്തെങ്കിലും ബുക്കോ അങ്ങനെ കാര്യങ്ങൾ വെക്കണമെങ്കിൽ അത് ഹാങ് ചെയ്ത് വെക്കാൻ, പേഴ്സോ മറ്റു വെക്കാനായിട്ട് ഒരെണ്ണം വലിയതും ഒരെണ്ണം ചെറുതായിട്ട് ഫോണിൻ്റെ സൈസിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ പ്രസ് ബട്ടൺ ഞാനാണെങ്കിൽ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മൾ നോർമലി നമ്മൾ ബ്ലൗസിന് കാര്യങ്ങൾക്ക് വെക്കുന്ന പ്രസ് ബട്ടൺ അല്ല. അതുപോലെ തന്നെ അതേ സെയിം സാധനം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇതിന് സൈഡിൽ ആ ഹോൾ കൊടുക്കുകയും ചെയ്തത്. ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.